കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എപ്പോഴും ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതുപോലെ നാക്കി നോക്കിയേ. അപ്പൊ ആദ്യം ഒരു ചട്ടിയിലേക്ക് 2 മുരിങ്ങാക്കായും 2 ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ 3-4 പച്ചമുളകും ചെറിയൊരു സവാള കനം കുറച്ചരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നങ്ങ് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അത് വേവുന്ന സമയം കൊണ്ട് 1 കപ്പ് തേങ്ങ ചെരുവേത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് പിന്നെ ഇതിലേക്ക് 3 ചെറിയുള്ളിയും 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങാക്കായും കിഴങ്ങൊക്കെ 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഒരു തക്കാളി ചേർത്ത് വേവാനായിട്ട് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ തക്കാളി വെന്ത് വരും. എന്നിട്ട് അതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് മൂടി തുറന്നതിന് ശേഷം പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചാർന്ന 5 മുട്ട ചേർത്ത് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അപ്പൊ തന്നെ മൂടിയിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് മിക്സ് ചെയ്തെടുത്താൽ മുട്ട അവിയൽ റെഡിയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. ആരും മിസ്സാക്കണ്ട, എല്ലാവരും ഉണ്ടാക്കിക്കോ.